പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട ക്രിസ്തേശുനാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ഇന്ന് നമ്മൾ ചിന്തയാണ്. ഇന്ന് എല്ലാ ദിവസവും നമ്മൾ ദൈവവചനം പഠിച്ചിരുന്ന ഇന്ന് നമ്മുടെ വ്യക്തിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ദൈവം കൊന്നു കളഞ്ഞ രണ്ട് വ്യക്തികളെ കുറിച്ച്. മീൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ പുത്രന്മാരായിരുന്ന രണ്ടുപേരെ ദൈവം കൊന്നു കളഞ്ഞുവെന്ന് വ്യക്തമായിട്ട് ഹല്ലേലൂയ പഴയ നിയമത്തിൽ പറയുമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ ദിവസം അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതിനെ ചിന്തിച്ചു നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്റ്റക്കായിരിക്കും. ദൈവം കൊല്ലുന്ന ദൈവമാണോ? നമ്മളൊക്കെ പറയും ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. പക്ഷേ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ യഹോവയായ ദൈവത്തെ കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ കർത്താവ് ദൈവം ക്ഷമിക്കുമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി നിൽക്കുന്നവരെ മരുഭൂമിയിൽ പോലും കൊന്നു കളഞ്ഞ സന്ദർഭങ്ങൾ നാം ശത്രുക്കളെ നിഗ്രഹിച്ചു. പക്ഷെ ദൈവ ജനമെന്ന് പറയുന്നവർ ദൈവത്തിന്റെ വാക്കും ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ പോയപ്പോ ദൈവം എടുത്തുകൾ, അതായത് മരുഭൂമിയിൽ വെച്ച് കോരഹിനെയും ദാദാനെയും എന്ത് ചെയ്യുക, ഭൂമി പിളർന്നു എന്ന് എന്ത് ചെയ്യുക, വിഴുങ്ങിക്കൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ നമുക്ക് കാണുവാൻ കഴിയുന്ന അനേക ഭാഗങ്ങളുണ്ട്. എന്നാൽ ഇന്നത്തെ തിരുവചന പഠനത്തിൽ നിന്ന് എനിക്ക് നിങ്ങളുമായി സംസാരിക്കാനുള്ളത്, ഒരുപക്ഷെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതായിരിക്കും. പക്ഷെ ദൈവം തിരഞ്ഞെടുക്കുന്ന കാര്യം എന്ത് ചെയ്യുക, എല്ലാം ഒന്നും ദൈവത്തിന് എന്ത് ചെയ്യുക, ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട്. കാരണം തിരുവചനം പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് സദാകാലത്തോളം ഒരു മനുഷ്യന്റെ മേൽ വാദിക്കത്തില്ലെന്നാ പറയുന്നത്. പുതിയ നിയമത്തിൽ അത് പറയുകയാണ്, സദാകാലത്തുള്ള ഒരു മനുഷ്യന്റെ മേൽ ഞാൻ എന്ത് ചെയ്യും, വാദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ വാദിക്കുന്നതിന് സമയമുണ്ട്. പാപം ചെയ്ത് മടങ്ങി വരാൻ മനസ്സില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യുക, നീക്കിക്കളയുവാനിടയാം. അപ്പൊ അതിപ്പം വിളിച്ച് ദൈവം തിരഞ്ഞെടുത്തവന്റെ പുത്രനാണെന്ന് ദൈവം നോക്കത്തില്ല. നമുക്ക് ഈ വ്യക്തിയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിലാണ് ഈ വ്യക്തിയെ കുറിച്ച് പറയുന്നത്. നമുക്ക് ഇന്ന് നോക്കുകയാണെങ്കിൽ ദൈവം കൊന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിയുണ്ട്, ബൈബിളിലുണ്ട്. ബൈബിൾ ഒറ്റ അധ്യായത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുക, അവനെ കുറിച്ച് പറയുന്നത്. അവന്റെ വംശപാരമ്പര്യത്തിൽ നിന്നാണ് യേശു ക്രിസ്തുവും, അതായത് ദാവീദും യേശു ക്രിസ്തുവും അവന്റെ വംശത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക, ജനിച്ചത്. അവന്റെ പേര് ഏറെന്നാണ്. 19-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന കാലമായ ഗോത്രപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഇത് നടന്നു വന്നത്. വാക്തത്വം നടക്കുന്ന കാലമായിരുന്നു. ഏറെന്ന് പറയുന്ന ആ വ്യക്തി യഹൂദയുടെ മകനാണ്. ഏറെന്ന വാക്കിന്റെ അർത്ഥം ജാഗ്രത എന്നാണ്. പക്ഷെ ഇവന്റെ സ്വഭാവത്തിന്റെ യാതൊരു ജാഗ്രതയോ ദൈവമായി യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. യാക്കോബിന്റെ ലേയുടെ മകനായ യഹൂദയുടെ, അതായത് യാക്കോബിന്റെയും ലേയുടെ 4ാമത്തെ മകനായ യഹൂദയുടെ മകനാണ് എന്ത് ചെയ്യുക, യേശുക്രിസ്തുവും ദാവീദും ഈ വംശപാരമ്പര്യത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക, ജനിച്ചത്. ഒരു പ്രവാചക ജനതയുടെ പ്രതീക്ഷയായിരുന്നു ആ ഏരിലുണ്ടായിരുന്നു. രക്ഷകൻ തിരഞ്ഞെടുത്ത വംശത്തെ നയിക്കാൻ വേണ്ടി വലിയ ദൈവിക ഉദ്ദേശത്തോടെയാണ് അവൻ ജനിച്ചത്. യഹൂദ തന്റെ പിതാക്കന്മാരുടെ നിയമത്തെ ലംഘിച്ചു. അതായത് കനാന്യ സ്ത്രീ ശുവായെ വിവാഹം സ്ത്രീയെ എന്നിട്ട് ദൈവവചന പ്രകാരം, അതായത് ദൈവം ഇസ്രായേൽ ജനം യഹോവയായ ദൈവത്തെ വിട്ടുമാറാതെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം എന്നുള്ള നിയമം ഇരിക്കെ, അല്ലെങ്കിൽ കനാന്യ സ്ത്രീയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് യഹൂദ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് അതിന് ശേഷം യഹോവയായ ദൈവം എന്ത് ചെയ്തു, കനാന്യരെ സേവിക്കുന്ന യഹോവയായ ദൈവത്തെ അല്ല, അവർ അന്യദേവന്മാരെയാണ് സേവിക്കുന്നത്. യഹൂദയുടെ തെറ്റായ തീരുമാനം വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൽ ഏരിന്റെ ജനനത്തെ കുറിച്ച് വളരെ ലളിതമായി പറഞ്ഞിരിക്കും, നമുക്ക് കാണുവാൻ കഴിയും. ഏറെ ആദിജാതനായതുകൊണ്ട് പിതാവിന്റെ സ്വത്തിൽ ഏറിയ അവകാശം മൂത്ത മകനുള്ളതാണ്. അപ്പം മരിച്ച ശേഷം കുടുംബത്തിന് നേതൃത്വം അവനാണ് ഏറ്റെടുക്കേണ്ടത്. എന്ന വാക്കിന്റെ അർത്ഥം ജാഗ്രത എന്നാണ്. എന്നാൽ അവൻ വിവാഹം എന്ന് വെച്ചാൽ അതിനെ നമുക്ക് കാണാം, ഈ യഹൂദ എന്ന് പറഞ്ഞ ഈ യഹൂദ ഇത് പ്രകാരം, അതായത് മൂത്ത സന്തതിയാണ് എന്ത് ചെയ്യുക, ഈ ഭവനത്തിന്റെ അവകാശിയായിട്ട് നിൽക്കുന്നത്. മൂത്ത സന്തതിക്കാണ് എന്ത് ചെയ്യുക, ആ ഭവനം ഭരിക്കാനുള്ള എന്ത് ചെയ്യുക, അധികാരമുള്ള. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ വായിക്കാൻ മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ ഈ
ഏറിനെ എന്ത് ചെയ്യും, യഹൂദ ഈ ഏറിന് വിവാഹപ്രായമായപ്പോ ഏറിനെ വിവാഹം കഴിപ്പിച്ചു. അവളുടെ പേരാണ് താമാർ. താമാർ എന്ന വാക്കിന്റെ അർത്ഥം ഈന്തപ്പന എന്നാണ്. അവളുടെ സ്വഭാവം പോലെ തന്നെ അവൾ നല്ല സ്നേഹം ഉള്ളവളും ആ കുടുംബത്തെ കുറിച്ചുള്ള എന്തിനാണ് ദൈവം യഹൂദയുടെ കുടുംബത്തെ തിരഞ്ഞെടുത്തതെന്നും എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കിയ സ്ത്രീയാണ് താമാർ. പക്ഷെ താമാറിന് മനസ്സിലായെങ്കിലും ഏറിനത് മനസ്സിലായില്ല. ഏറെ അതിനുശേഷം നമുക്ക് ഈ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഏറ് മരിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് ഇന്ന് നമുക്ക് കാണാം എന്തുകൊണ്ടാണ് ആ സമയത്ത് മരിച്ചതെന്ന് പലപ്പോഴും നമുക്ക് ചോദിക്കാൻ കഴിയും. പക്ഷെ ഏറെന്ന് പറയുന്നത് നമ്മൾ ചില ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറിന് ലൈംഗിക ബന്ധം മാത്രമാണ് താല്പര്യം. അപ്പൊ ഏറിനെ വിവാഹശേഷം മാത്രമാണ് ഏറ് മരിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏറിന് തലമുറകൾ ഉണ്ടാകാൻ ഏറിന് സമ്മതമല്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, ഈ ലൈംഗിക ബന്ധം മാത്രമാണ് ഏറെ ഇഷ്ടപ്പെടുന്നത്. പകരം എന്ത് ചെയ്യാ, പുത്ര ദൈവം പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യാ, ഔവയുടെ മാതാവിനെ പറഞ്ഞ് നീ പെറ്റു പെരുക, വർദ്ധിച്ചു വരിക, സന്താന പുഷ്ടിയുള്ളവരായി നിങ്ങൾ പെരുക എന്ന് പറയുമ്പോൾ, പക്ഷെ ഈ ഏറിന് മനസ്സെന്ത് സന്താനം വേണമെന്നോ താല്പര്യമില്ല. കാരണം എന്ന് പറഞ്ഞ ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യം ഞാൻ പറയും. എന്തുകൊണ്ടാണ് ഈ ഏറിന് ദൈവം കൊല്ലുവാൻ കാണും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് എടുത്തു വിടാൻ കാണണമെന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറിന് അല്ലെങ്കിൽ തലമുറകൾ ഉണ്ടാകുന്നത് ഇഷ്ടമല്ല. കാരണം തലമുറ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ചേട്ടന്റെ മക്കൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം, തമ്മിലുള്ള ഒരു തർക്കമുണ്ടാകും, സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടും താമാന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന്, അതായത് പ്രസവിച്ച ശേഷം സ്ത്രീയുടെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ചിന്ത ഏറിനുള്ളത് കൊണ്ടും ഏറെ ലൈംഗിക ബന്ധം മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. അപ്പൊ തലമുറ ഉണ്ടാകുക എന്ത് ചെയ്യാം, താല്പര്യമുണ്ടായിരുന്നില്ല. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറെ കല്യാണം കഴിച്ചതും കനാന്യക്കാരെ ഒരു താമാറിനെയാണ് വിവാഹം കഴിക്കുന്നത്. 38 അധ്യായത്തിൽ നമുക്ക് എങ്കിലും ഏറിന്റെ ദുഷ്ടത മൂലം യഹോവ അവനെ അല്പായുസാക്കി എന്ന് വെച്ചാൽ അവന്റെ ആയുസിനെ കുറച്ചു. യഹൂദയുടെ ശുഭയുടെ മകളായിരുന്ന കനാന്യരുടെ ഭാര്യയുടെയും മൂത്ത മകളായിരുന്നു. അവൻ താമാറിനെ വിവാഹം കഴിച്ചതായി വിവരിച്ചിരിക്കുന്നു. ദുഷ്ടനായതിനാൽ യഹോവ കൊന്നു എന്ന് പറയുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറിനെ കുറിച്ച് പറയുന്നത് ഏറിന്റെ ദുഷ്ടത ഒരുപക്ഷെ കടന്നിരിക്കാൻ. ചില പണ്ഡിതന്മാർ പറയുന്നത് അവൻ തന്നെ ദൈവമായിരിക്കണം എന്നെന്തിയാ ആഗ്രഹിച്ചിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ചില പണ്ഡിതന്മാർ പറയുന്ന ഏറിന് എന്തിയാ ആ അധികാര സ്ഥാനവും മറ്റുള്ളവരെക്കാൾ താൻ ഉന്നതമായി ഇരിക്കണമെന്നൊരു ചിന്ത ഏറിന്റെ മനസ്സിലും ഉണ്ടായിരിക്കണമെന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. ഏറിനെ ദൈവം എന്തുകൊണ്ട് കൊന്നു കളഞ്ഞു എന്ന് പറയുന്നില്ല. അപ്പൊ യഹൂദയുടെ അതുപോലെ യഹൂദന്മാരുടെ ഗ്രന്ഥമായിരുന്ന മിത്രേഷിയില് പറയുന്ന തന്റെ സഹോദരനാൽ ഓനാനാൽ ചെയ്തത് എന്ന കാര്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്റെ ഭാര്യയായ താമാറിൽ കുഞ്ഞിനെ ജനിപ്പിക്കാൻ മടി കാണിച്ചു എന്നും പറയുന്നുണ്ട്. മറ്റു ചിലർ പറയുന്ന ഒരു കാര്യം തന്റെ വീട്ടിൽ കനാന്യ ആരാധനകൾ കൊണ്ടുവന്നെന്നും ഗോത്രപിതാക്കന്മാരിൽ പാരമ്പര്യമായ വിശ്വാസം ദൂഷിപ്പിച്ച് ദാസി എന്ന ഭാവിയിലെ മഷീഹ രക്തബന്ധത്തെ ആത്മീയമായി മലിനമാക്കുകയും ചെയ്തിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ യേശു മസിയുടെ വംശത്തിലാണല്ലോ ഈ ഈ യഹൂദ ജനിച്ചത്. യഹൂദ എന്ന് പറയുന്നത് യഹൂദ സിംഹം എന്നാ പറയുന്നത് അല്ലേ, യഹൂദ ഗോത്ര സിംഹം എന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ നമ്മൾ കാണാൻ യഹൂദ തന്റെ ആദ്യജാതനായി ഏറിന് താമാർ എന്നൊരു ഭാര്യ വിവാഹം നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ അതിനകത്ത് യഹോവ കോപിപ്പിച്ചതിനാൽ അവനെ കൊന്നു കളഞ്ഞെന്ന് കാണും. അപ്പം ഇതിനകത്ത് പറഞ്ഞ കാര്യം ഏത് പാപം ചെയ്തു എന്ന് പറയുന്നില്ല. ഏറെ പാപം പക്ഷെ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തപ്പോ എന്ത് ചെയ്തു, തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ തലമുറയാണെന്ന് ദൈവം നോക്കില്ല. പകൽ എന്ത് ചെയ്യുക, ദൈവം അവനെ കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷം നമുക്ക് യഹൂദയ്ക്ക് മറ്റൊരു മകനുണ്ടായ ഓനാൻ എന്ന് വെച്ചാൽ ഈ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, മൂത്ത സഹോദരൻ മരിച്ചാൽ അവരുടെ ഇളയ അനിയനെ വിവാഹം കഴിപ്പെന്ന് വെച്ചാൽ ഇനി അനിയനെ വിവാഹം കഴിപ്പിച്ച് അനിയൻ ഈ ചേട്ടന്റെ ഭാര്യയുണ്ടാവുന്ന തലമുറയെ ചേട്ടന് വേണ്ടി കൊടുക്കണമെന്നൊരു ആചാരമുള്ളത് കൊണ്ട് അവരുടെ നിയമമായത് കൊണ്ട് എന്ത് ചെയ്തു, താമാറിനെ യഹൂദ ഒനാനോട് നിന്റെ സഹോദരന്റെ വിധവയുമായി ഒന്നിച്ചു ചേർന്ന്
നീ വിവാഹം കഴിച്ച് അവൾക്ക് ഒരു സന്തതിയെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഓനാൻ തന്റെ സന്തതികളെ തന്റെ കൂടെ എണ്ണുകയില്ലെന്ന് അറിഞ്ഞു. അതുകൊണ്ട് തന്റെ സഹോദരന് വിധവയുമായി അവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരെല്ലാം തന്റെ സഹോദരന് സന്തതി നൽകാതിരിക്കാൻ വേണ്ടി അവൻ തന്റെ സന്തതിയെ നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് പറഞ്ഞാൽ സന്തതി ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കിയവൻ എന്ത് ചെയ്തു? ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഈ സന്തതിയുടെ ഒരു വർധനവെ തടഞ്ഞത് കൊണ്ടാണ്, അല്ലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏറിന്റെ മരണം എന്തുകൊണ്ട് ദൈവം ഏറിനെ കൊന്നു എന്ന് ചോദിക്കുന്ന ഉത്തരവ് ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ലൈംഗിക ബന്ധം, അതായത് അവർക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി നിയമപ്രകാരം ചെയ്തപ്പോൾ സന്തതി നൽകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? നിലത്ത് വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത തലത്തിലേക്ക് എന്ത് ചെയ്തു? ഈ ചെയ്തതുപോലെ സന്തതി ഉണ്ടാകാതെ ദൈവ പദ്ധതി തടയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ദൈവ പദ്ധതി തടയുകയാണ് ചെയ്തത്. കാരണം ദൈവം തലമുറയെ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ വർധനം ആഗ്രഹിക്കാത്ത മനുഷ്യൻ അതിന് തടഞ്ഞു. അതിന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറിന് താല്പര്യം എന്ന് പറഞ്ഞാൽ ലൈംഗിക സുഖം മാത്രമായിരുന്നു. പക്ഷെ ഒനാനും എന്ത് ചെയ്തു? അത് മാത്രം. കാരണം അതിനപ്പുറം ഹല്ലേലൂയ ഒരു തലമുറ ഉണ്ടാകാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? സ്തോത്രം. അതുകൊണ്ട് സന്തതി അതുകൊണ്ട് അവൻ ചെയ്ത് യഹോവയെ വളരെ വ്രണപ്പെടുന്നത് ദുഃഖിപ്പിച്ചു, ദൈവത്തെ വളരെ വേദനിപ്പിച്ചു. ഈ സന്തതി ഉണ്ടായി പെറ്റുപരുക എന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തെ തടയുന്ന മനുഷ്യനെ ദൈവം എന്ത് കൊന്നു കളഞ്ഞു. യഹോവ അവന്റെ ജീവനെയും ഇടും. അപ്പൊ ഓരോ ഹല്ലേലൂയ കുടുംബത്തിൽ, യഹൂദയുടെ കുടുംബത്തിൽ നമുക്കറിയാം, യഹൂദ എന്ന് പറഞ്ഞ യാക്കോബിന്റെ സന്തതിയല്ലേ. ആ സന്തതിയുടെ മക്കൾ പിതാവ് ചെയ്ത ഒരു തെറ്റിന്റെ പരിണിത ഫലമല്ലേ പ്രിയപ്പെട്ടവരെ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്? എന്താണ് പിതാവ് ചെയ്ത പരിണിത ഫലം? പിതാവ് കനാന്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. ദൈവവചന പ്രകാരം, കൽപ്പന പ്രകാരം ദൈവപുത്രന്മാരെന്ത് ജാതികളെ സ്വീകരിക്കാൻ ദൈവത്തിന്റെ വചനമാണ്. അതായത് 12 ഗോത്രങ്ങളിലുള്ള ഒരുവനായ യഹൂദ കനാനി സ്ത്രീയെ വിവാഹം കഴിച്ചു. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. അപ്പൻ കൽപ്പന ലംഘിച്ചപ്പോൾ പുത്രന്മാരുടെ അവസ്ഥ എന്തായി മാറി? നിങ്ങളൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പുത്രന്മാരുടെ അവസ്ഥ എന്തായി മാറി? പുത്രന്മാർ നഷ്ടപ്പെട്ടു പോയില്ലേ? തലമുറ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായോ? ഇല്ല. അവർക്ക് എന്ത് ചെയ്തു? ഈ ജാതീയ ആചാരങ്ങൾ അകത്ത് കയറിയപ്പോ സന്തതികളെ നശിപ്പിച്ചു, സന്തതിയുടെ വർധനവിനെ തടയുന്ന ഒരു മേഖല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഈ വചനം സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ സന്തതികളെ തടയുന്ന ഒരു മേഖല, പിതാവ് ചെയ്ത തെറ്റിന്റെ പരിണിതഫലം മക്കൾ അനുഭവിക്കുന്ന ഒരു മേഖല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിനെ ദൈവം തകർത്ത് കളയും. നോക്കുക പ്രിയപ്പെട്ട, ഇന്ന് നമുക്ക് പഠിക്കേണ്ട കാര്യമുണ്ട്. നാം ദൈവ പൈതലാണ്. ദൈവത്തിന്റെ വചനത്തിന് വ്യവസ്ഥയ്ക്ക് അകത്ത് നിൽക്കുന്നതെങ്കിൽ, അല്ലെ നിങ്ങൾ ദൈവവചനം അനുസരിക്കണം, ദൈവ കൽപ്പനകളെ ലംഘിച്ചാൽ ഹല്ലേലൂയ അവസ്ഥ വളരെ ഹല്ലേലൂയ പരിതാപം. ദൈവത്തെ ദുഃഖിപ്പിക്കുക, ദൈവത്തെ വേദന, ദൈവത്തോട് മറുതലിക്കരുത്. അപ്പൊ നാം പറയാറുണ്ട് കർത്തവ്യ ലക്ഷ്യം. പക്ഷെ നമുക്കറിയാം, ആദ്യം പഴയ നിയമത്തിലെ യഹോവയായ ദൈവം തകർക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്യാ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ഈ ഓനിന്റെയും ഏറിന്റെയും അവസ്ഥ ഉണ്ടാകും. പിന്നെ നമുക്ക് താമാർ എന്ന് പറയുന്ന സ്ത്രീ യഹൂദയുമായി ചേർന്ന് അവൾ എന്ത് ചെയ്യാ അപ്പനാൽ മരുമകൾ പ്രഗ്നന്റ് ആയി എന്ന് വെച്ചാൽ ഗർഭവതി നമുക്ക് കാണാം. ഒരു നാശമായില്ലേ അവിടെ സംഭവിച്ചത്. നിങ്ങൾ നോക്കി. പക്ഷെ എന്തുവാണ് എന്ത് ചെയ്യുക? ദൈവ കൽപ്പനകളെ ലംഘിക്കരുത്, ദൈവത്തിന് വിരോധമായി നിൽക്കരുത്, ദൈവത്തിന് ഇഷ്ടമില്ലാതെ ചെയ്യരുത്. തലമുറകളുടെ നാശം, കുടുംബത്തിന്റെ നാശം കാണുവാൻ. അതുകൊണ്ട് ദൈവം കൊന്ന്, എന്തുകൊണ്ട്? ദൈവത്തിന്റെ മനസ്സിനെ വ്രണപ്പെടുത്തിയത് കൊണ്ട് ദൈവം എടുത്തു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ആയിത്തീരുക. ഇന്നത്തെ സന്ദേശം, ഈ തിരുവചന പഠനം നമ്മൾ അടുത്ത ചിന്തയുമായി കടന്നു വരും. അത് പഠനമൊപ്പം ദൈവാലോചനയും ദൈവചിന്തയുമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം, ഇത് മനസ്സിലാക്കിയാൽ വിടുതലുണ്ടാവും. വചനം പലപ്പോഴും കേൾക്കുന്ന ആർക്കും ഇഷ്ടമല്ല. പക്ഷേ വചനത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവിക മർമ്മം മനസ്സിലാക്കുക. അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസമുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.